നമസ്കാരം. 42 ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ലോകത്തിന് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന ട്രംപിന് വൻ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ മണ്ടൻ നയങ്ങളും പല പരിഷ്കരണങ്ങളും അമേരിക്കയെ തന്നെ ദിനംപ്രതി പടുകുഴിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് കൂടി ചൈന വളർന്നു വരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അതേസമയം ഇറാൻ വലിയ സൈനിക ശക്തിയായി വളർന്നു വരുന്നതും അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്തോ പസഫിക് മേഖലയിൽ തന്ത്രപരമായ സ്വാധീനം ഉറപ്പിക്കാൻ ചൈന കപ്പൽ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പാണ് കാണിക്കുന്നത്. നാവിക കപ്പലുകളുടെ എണ്ണത്തിലും നിർമ്മാണ വേഗതയിലും അമേരിക്കയെ പിന്നിലാക്കിയാണ് ചൈന ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നത്. ഈ വർദ്ധിച്ച സൈനിക സാന്നിധ്യം ആഗോള ശക്തികൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ ഇന്തോ പസഫിക് കമാൻഡിന്റെ തലവൻ അഡ്മിറൽ സാമുവൽ പപ്പാരോയുടെ കണക്കിൽ ചൈന പ്രതിവർഷം നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുഎസിന്റെ നിർമ്മാണത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെയാണെന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്ക ഓരോ ആണവാന്തർവാഹിനി നിർമ്മിക്കുമ്പോൾ ചൈന 2 നിർമ്മിക്കുന്നതായി അദ്ദേഹം അരിസോണയിലെ മക്കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറത്തിൽ വ്യക്തമാക്കി. 2024 മധ്യത്തിൽ എത്തുമ്പോഴേക്കും അമേരിക്ക 219 യുദ്ധക്കപ്പലുകളും 66 ആണവ അന്തർവാഹിനികളുമാണ് നിർമ്മിച്ചത്. എന്നാൽ അതേസമയം ചൈനയുടെ കപ്പൽ നിര 234 യുദ്ധക്കപ്പലുകളുമായി ഉയർന്നിട്ടുണ്ട്. ഇതിൽ 60 അന്തർവാഹിനികളുമുണ്ട്. അതിൽ 12 എണ്ണം ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ടാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൈനിക ഭീഷണികൾക്കപ്പുറത്തേക്ക് ചൈന അമേരിക്കയ്ക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നാണ് പപ്പാരോ മുന്നറിയിപ്പ് നൽകിയത്. പപ്പാരോ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ചൈനയുടെ ഈ സൈനിക വികസനം സംയുക്ത സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, കൃത്രിമ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ ആധുനിക യുദ്ധരീതികളുടെ ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹൈപ്പർസോണിക് മിസൈലുകൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലും ചൈന വൻ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് അമേരിക്കയെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത്. തായ്വാൻ ചുറ്റിയുള്ള സംഘർഷങ്ങൾ ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ് പോലുള്ള മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്നുവെന്നും ചൈനയുടെ ഈ സൈനിക അഭ്യാസങ്ങൾ അധിനിവേശ തയ്യാറെടുപ്പുകളാണെന്നും പപ്പാരോ മുന്നറിയിപ്പ് നൽകി. റഷ്യയുമായുള്ള ചൈനയുടെ സൈനിക കൂട്ടായ്മകളും യുക്രൈൻ യുദ്ധത്തിൽ അതിന്റെ മൗന പിന്തുണയും ഈ ആശങ്ക കൂടുതൽ ഗുരുതരമാകുന്നു. ഇത് അമേരിക്കയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാവിക കപ്പൽ നിർമ്മാണ മേഖലയിൽ അമേരിക്കയ്ക്ക് ഇന്നും സാങ്കേതിക മേധാവിത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഉൽപാദന വേഗതയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ചൈനയുടെ ബൊഹായ്, ഡാലിയൻ, ജിയാങ്നാൻ എന്നിവയെ പോലുള്ള കപ്പൽശാലകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും വലിയ സാമ്പത്തിക പിന്തുണയുള്ളതുമാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുന്ന അമേരിക്കയ്ക്ക് ഈ വളർച്ച നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ട്രംപ് ചൈനയുടെ വളർച്ചയ്ക്ക് പണി കൊടുക്കാൻ തീരുവ ഏർപ്പെടുത്തിയെങ്കിലും ഒടുവിൽ അമേരിക്ക സ്വയം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇരന്നു വാങ്ങുകയായിരുന്നു ഉണ്ടായത്. ഇനി ട്രംപ് ആ സിംഹാസനം വിട്ട് ഇറങ്ങിയാലേ അമേരിക്കയ്ക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയതോടെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. എന്തൊക്കെയായാലും ചൈനയുടെ വളർച്ചയിൽ ഭയന്നുകൊണ്ട് തന്നെയാണ് ചൈനയുമായൊരു ഒത്തുതീർപ്പിനായി ട്രംപ് ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല.